കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷങ്ങളോളം ദൈവജനം കർത്താവിലായിരുന്നിട്ടും ആത്മീയമായി ഉറങ്ങുന്ന മരിച്ച അവസ്ഥയിലായിരിക്കുന്നത് കാണുമ്പോൾ അത് തികച്ചും ദുഃഖം ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. അവർ ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. ആരാധനായോഗങ്ങളിൽ പതിവായി പങ്കെടുക്കുകയും ആരാധനയിലും വചനം ശ്രവിക്കുന്നതിലും എല്ലാം സജീവമായും കാണപ്പെടുന്നവരാണ്. പ്രവാചകൻ അങ്ങനെയുള്ള ദൈവജനത്തോടാണ് ഉണരുക ഉണരുക എന്ന് പറയുന്നത്. തങ്ങളുടെ ഉറക്കാവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തിനായി ഉണർന്നിരിക്കേണ്ട ആവശ്യകതയെ താൻ അവരുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായാണ് നമുക്ക് ഇതിൽ നിന്നും കാണുവാൻ കഴിയുന്നത്. ഉറക്കം നിമിത്തം ദൈവജനത്തിൻ്റെ മധ്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. ഇന്ന് സഭ സംവേദനാക്ഷമതയില്ലാതെ മരിച്ച അവസ്ഥയിലാണ്. സഭ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ക്രിസ്തുയേശുവിൽ അവളുടെ മഹത്തായ വിളിയും ലക്ഷ്യവും മനസ്സിലാക്കുന്ന സ്ഥാനത്തേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. വിശുദ്ധന്മാരെ, ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അതാണ്. കർത്താവ് സംസാരിക്കുന്ന ഈ വചനത്തിൻ്റെ ആവശ്യകതയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് സഭ മൊത്തത്തിൽ ഗാഢനിദ്രയിലാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. സഭ നിഷ്ക്രിയമാണെന്നാണ് ഞാൻ പറയുന്നത്. ദയവായി അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇക്കാര്യത്തിലാണ് പലരും നമ്മെ തെറ്റിദ്ധരിക്കുന്നത്. സഭ ഇന്ന് വളരെ സജീവമാണ്. അതുമാത്രമല്ല, ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഒരു മനുഷ്യൻ ധാർമ്മികമായി ഉറങ്ങുന്നത് പോലെ സഭ ഇന്ന് ആത്മീയനിദ്രയിലാണ്. എന്നാലും ബുദ്ധിപരമായും ശാരീരികമായും വളരെ സജീവമാണ്. നിരവധി ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഇത് ആരെയും വ്രണപ്പെടുത്തുവാൻ വേണ്ടിയല്ല പറയുന്നത്. ആകയാൽ ഇത് നമ്മെ ഒരിക്കലും അസ്വസ്ഥരാക്കരുത്. അത് ദൈവത്തിൻ്റെ മനസ്സിനെയും ചിന്തയെയും മനസ്സിലാക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവവചനത്തിലൂടെ നിരവധി കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ നമ്മെ പരിശോധിക്കുന്നതിന് ദൈവവചനത്തിന് തുറന്നു കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ധ്യാനത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സഭ ഇന്ന് ഗാഢനിദ്രയിലാണ്. അവൾ ഉണർന്ന് എഴുന്നേറ്റ് അവളുടെ വസ്ത്രം ധരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവളെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഗാഢനിദ്ര അവളെ പല തടവറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നമ്മെ പരിശോധിക്കുന്ന ദൈവവചനത്തിന് നാം തുറന്നിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമാണ്. നമ്മെ അന്വേഷിച്ച് കണ്ടെത്തുന്ന കർത്താവിൻ്റെ ആ ശബ്ദം നമ്മെ കുറ്റപ്പെടുത്തുന്ന വചനമല്ല. അത് നമ്മെ ദൈവത്തിലേക്കും അവൻ്റെ ഉദ്ദേശത്തിലേക്കും തിരികെ കൊണ്ടുവരുന്നതിനായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കുക എന്ന ദൈവിക ചിന്തയാണ് ഈ മഹത്തായ വിളിക്കും ഉദ്ദേശത്തിനും വേണ്ടി നമ്മെ ഉണർത്തുന്നതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് ഓർക്കാം. ആത്മീയ മാന്യവും സംവേദനാക്ഷമതയുടെ അഭാവവും നമ്മളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവജനം ആ സംവേദനാക്ഷമതയില്ലാത്ത സ്ഥാനത്തും ആത്മീയ മാന്യത്തിലും കാണുന്നത് തികച്ചും വേദനിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ സ്വാഭാവിക ജീവിതത്തിൽ അവർ അങ്ങനെയല്ല. അതിൽ അവർ വളരെ സജീവവും ചിന്താശേഷിയുമുള്ളവരാണ്. ഇക്കാര്യങ്ങളിൽ വളരെ കണക്കൂട്ടലും ശ്രദ്ധയുമുള്ളവരാണ്. എന്നാൽ ആത്മീയ ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ അവർ ധാർമ്മികരായി മരിച്ച അവസ്ഥയിൽ ഉള്ള വ്യക്തിക്ക് സമാനരാണ്. ധാർമ്മികമായി ഉറങ്ങുന്ന അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ തെറ്റൊന്നുമില്ല, എങ്കിലും ജീവിതം ശരിയല്ല. അതുപോലെ തന്നെ ആത്മീയമായി ഉറങ്ങുന്ന മരിച്ച അവസ്ഥയിലുള്ളവരും ചെയ്യുന്ന പ്രവൃത്തികളിൽ തെറ്റൊന്നുമില്ല, എങ്കിലും അവരുടെ ആത്മീയ ജീവിതം ശരിയല്ല. ഇത് കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ലതും ശരിയായതുമായ അനേക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും ചെയ്യുന്നതിൽ സജീവമായിരിക്കുമ്പോൾ തന്നെ ആത്മീയമായി ഉറങ്ങുന്ന മരിച്ച അവസ്ഥയിലായിരിക്കുവാൻ കഴിയും എന്ന ഭയാനകമായ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാം. നമ്മെ കുറ്റപ്പെടുത്തുന്ന വചനമാണോ ദൈവം സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. തൻ്റെ സ്നേഹമാണ് നമ്മെ സന്ദർശിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ശബ്ദമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ആത്മീയ നിദ്രയിൽ നിന്ന് നമ്മെ ഉണർത്തുവാനുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ വചനമാണിത്. അത് നമുക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും താൻ ഒരു സ്നേഹവാനായ പിതാവായി താൻ വീണ്ടും വീണ്ടും ആ ശബ്ദത്തെ നമ്മെ കേൾപ്പിച്ച് ഉണർത്തുകയും ചെയ്യുന്നു. അതാണ് ഈ സമയത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. സഭ ഗാഢനിദ്രയിലാണ്. ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കേണ്ട കർത്താവിൻ്റെ നാൾ സമീപിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തിനും തൻ്റെ സ്നേഹത്തിൻ്റെ വചനത്തിനും നമുക്ക് തുറന്നു കൊടുക്കാം.
നമ്മുടെ ആത്മീയ അവസ്ഥ എന്താണ്? ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലും നാം ഉറങ്ങുന്നവരാണോ? പരിശുദ്ധാത്മാവിനും തൻ്റെ വചനത്തിനും നമുക്ക് തന്നെ തുറന്നു കൊടുക്കാം. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മെ ലഭ്യമാക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ തുടർന്ന് പ്രവർത്തിക്കുന്നതിന് നമുക്ക് അനുവദിക്കാം. നമ്മുടെ ജീവിതം എവിടെയാണ് തെറ്റിപ്പോയെന്ന് കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.